ഹായ് ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിൽ ബദ്രീസ് യൂട്യൂബ് ചാനൽ മലയാളം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന പുതിയ വീഡിയോ ആയിട്ട്. അപ്പം നമ്മളിന്നുള്ളത് പുൽപ്പള്ളിയിലെ ഒരു കാടിലാണ്. പുൽപ്പള്ളിയിലെ ഒരു കാടാണ്, 2 കാടുണ്ടല്ലോ. അപ്പം നമുക്ക് ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയാലോ ഗായ്സ്. അപ്പം നിങ്ങൾ മരം വെട്ടുന്നത് ശരിയാന്ന് പറയുന്നവർ ചാനൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. മരം വെട്ടുന്നത് തെറ്റാന്ന് പറയുന്നവർ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബും പിന്നെ ബെൽ ബട്ടണും അടിച്ചു പൊട്ടിച്ചോളി, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പോവല്ലേ, നോക്കാം. ഇപ്പോൾ കാട് ഭയങ്കര രസമല്ലേ ഗൈസ്. മഴയൊക്കെ പെയ്തിട്ട് ഇപ്പോൾ ഭയങ്കര രസമായിരിക്കും. ഇങ്ങനെ കാട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കാലിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തട്ടിക്ക് ഭയങ്കര സുഖമായിരിക്കും. അപ്പം ആനേനെയൊക്കെ കാണും ചിലപ്പം. കാട് കണ്ടോ ഗൈസ്, ഭയങ്കര രസമുള്ളൊരു സ്ഥലം തന്നെ അല്ലേ കാട്. അപ്പം നമുക്ക് കാടിലേക്ക് കൂടുതൽ അടുക്കാം. കണ്ടോ, ചിലപ്പോൾ കടുവയൊക്കെ ഉണ്ടാവും ഗൈസ്. പിന്നെ നമുക്ക് നോക്കാം. കടുവ ഉണ്ടെങ്കിൽ ഞാൻ പുലിമുരുകനാവും, കടുവനെ അടിച്ചിടും ഗൈസ്. അപ്പം നമുക്ക് നേരെ കാട്ടിലേക്ക് പോവാം. കണ്ടോ ഗൈസ്, കാടിൻ്റെ ഉള്ളൊക്കെ ഇത് മനോഹരമായിട്ടാണുള്ളതെന്ന് കണ്ടോ. അയ്യോ, ഇതല്ല ഇത്. അപ്പോൾ കാട് നല്ലോണം പച്ചപ്പ് പിടിച്ചിട്ടുണ്ട്. പുതിയ ഫോൺ മേടിക്കണം ഗൈസ്. ഈ ഫോണാണെങ്കിൽ കുറച്ച് ഇതാണ്. കണ്ടോ വെള്ളത്തുള്ളികളൊക്കെ അവിടെ. നല്ല രസമായിരിക്കും. ഇവിടെയുള്ള മരങ്ങളൊക്കെ കുറേ വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാടെന്ന് വെച്ചാൽ ഫുൾ നിഗൂഢതകളാണല്ലോ. അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷേ ഉൾക്കാട്ടിൽ പോയാൽ നിഗൂഢത തോന്നും. ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോകുന്നത്. മരങ്ങളൊക്കെ അടുത്ത് പോകുന്നല്ലോ. ഇത് ഞാൻ സൂം ചെയ്തിട്ടാണ് ഗൈസ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് റിയല്. നമുക്ക് ഇവിടെ എന്തൊക്കെയോ ആന ഇറങ്ങുന്നൊക്കെ ബോർഡൊക്കെ അങ്ങ് ദൂരെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആനേനെ കണ്ടാൽ നമ്മൾ ഫോട്ടോ എടുക്കും ഗൈസ്. അവിടെ ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അവിടെ എന്താ മുള്ളിൻ്റെ കൂട് പോലത്തെ ഒക്കെ ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണം ബോറടിച്ചിട്ടാണ്. ഭയങ്കര ബസ് കയറിയിട്ട് ഭയങ്കര ബോറടിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് ഇടുന്നത്. ഇത് ആരൊക്കെ കാണും, ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അറിയില്ല. എന്തായാലും കമൻറ്റ് ചെയ്യും. നമുക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ സോളാറിൻ്റെ ഒരു സാധനം കാണാൻ പറ്റും. സോളാർ വർക്ക് ചെയ്യുന്നതിന് ഇവിടെ കുറേ പേര് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. കണ്ടോ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവരും ഉണ്ട് കുറേയൊക്കെ. പിന്നെ അവിടെ കണ്ടോ സോളാറിൻ്റെ ഉണ്ട്. ബസ് സ്റ്റോപ്പ് കണ്ടോ, കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഇവിടെ വീടുകളാണ്. വീടുകൾ, കാട്, മഴ, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ട് ഇറക്കമാണെന്ന് തോന്നുന്നു ഗൈസ്. കാട് കഴിഞ്ഞു കേട്ടോ ഗൈസ്, കാട് കഴിഞ്ഞു. എന്നുള്ളത് ഗ്രാമങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഗ്രാമങ്ങൾ ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ നോക്കി ബസ്സിൻ്റെ ഒച്ച ആരാണ് ഗൈസ്, അധികം ഒച്ച വെക്കാത്ത. പിന്നെ കുറച്ച് ജലദോഷം പിടിച്ച് തൊണ്ട കടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വലിയ ഒച്ചയില്ലാത്ത. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്റ്റോപ്പാണ്. വിനായക ഗൈസ്. നമ്മൾ ഒരു അടുത്തൊരു കാടില്ല, അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ തിരിച്ചെത്തുന്നത്. നമുക്ക് നേരെ പോവാം. അപ്പം മഴ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ആനേനെ എന്തിനേയും കാണുമെന്നറിയില്ല. അപ്പോൾ ചാനൽ തുറക്കാണ്ട് ലൈക്കും സബും ചെയ്തേക്ക്. റോഡ് ടു 100K. റബ്ബർ തോട്ടം എത്തി ഗൈസ്, റബ്ബർ തോട്ടം. ഇപ്പോൾ കട എത്തി ഗൈസ്. ഇതൊരു കുറച്ച് മിനിറ്റും കൂടെ ഉള്ളൂ. അടുത്ത കാടെത്തിയിട്ട് അടുത്ത കാട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോ നിർത്തുക. അപ്പോൾ നേരെ നമുക്ക് പോകാമല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി. അപ്പം വേറെ ഇതുമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് കണ്ടാൽ നമുക്ക് നോക്കാം. കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കാടെത്താൻ വേണ്ടിയിട്ട്.
കാട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കാണിച്ചു തരാമെന്നുള്ള വെച്ചിട്ടാണ് കാടെത്തട്ടെ എന്ന് പറഞ്ഞത്. കുറേ വണ്ടി സ്വിഫ്റ്റ് ഡിസയർ പോകുന്നുണ്ട്. എൻ്റെ തൊണ്ട കുറച്ച് അടഞ്ഞിട്ടാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇത്ര വലിയ ഒച്ചയില്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ കാടാണ് മൊത്തവും. മഴ പെയ്തുകൊണ്ട് ഇപ്പം കുറച്ച് ചെളിയൊക്കെ കൂടിയിട്ട് എന്തോ പോലെ ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, വയലുണ്ട് ഗൈസ്. ഓ കാടെത്തി ഗൈസ്. ഈ കാട് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ നിർത്തുക. അപ്പോൾ ഇങ്ങനെ കാട് കണ്ട് ജസ്റ്റ് അയ്യോ അവിടെ ഗൈസ്, കാട് എന്ത് രസമാണ് കണ്ടോ. അവിടെ ഒരു നിഗൂഢത പോലെ ഇല്ല ഈ ചുറ്റുള്ള സ്ഥലത്ത്. ആ സ്ഥലത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കണം. ആ ബസ്സിൻ്റെ ഒച്ച തന്നെയാണ് എൻ്റെ ഒച്ച അത്ര വലിയ ക്ലിയർ അല്ലാത്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കാം. തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ സ്ഥലത്തൊക്കെയാണ് ആരെയൊക്കെ ഉണ്ടാവുക. അതെ, ഭയങ്കര ഇറക്കമാണ് ഗൈസ്. അങ്ങോട്ട് ഭയങ്കര ഇറക്കമാണ്. നമ്മൾ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ക്യാമ്പിങ്ങിന് പോവാം. അന്നേരം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് പെറ്റ്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇപ്പം പ്രകൃതിനെ കുറിച്ചാണ്, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഉള്ള നിഗൂഢതകളെല്ലാം പോയി. അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു കാടിന്. ഇപ്പം കുറച്ച് ഇരുട്ടുള്ളൂ. അവിടെ എന്താ ഗൈസ്, അവിടെ ഞാൻ എന്തോ ഒരു സാധനത്തിനെ കണ്ടു. ഉറപ്പാ എന്തോ ഒരു സാധനത്തിനെ കണ്ടു ഗൈസ്. നിങ്ങൾ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കണ്ടില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചു നോക്ക്. എന്തോ ഒരു സാധനമാണ് എനിക്ക് പോലെ തോന്നി. ഇപ്പം എന്തെങ്കിലും ഇവിടെ നിഗൂഢതകളുണ്ട്. ഇവിടെ ഒരു നിഗൂഢതകൾ പോലെ ഉണ്ട്. പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടോ? ഭയങ്കര രസം. ഈ കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു സ്ഥലം തന്നെയാണ്. മരങ്ങളൊക്കെ മഴ കാരണം തോന്നുന്നു ചെരിഞ്ഞ് വീണിച്ചൊക്കെ ഉണ്ട്. പൊക്കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ കടുവേനൊക്കെ കാണാം ഗൈസ്. കണ്ടോ ഗൈസ്, പേപ്പേഴ്സൊക്കെ ഇട്ട് പ്രകൃതിനെ നാശാക്കുവാണ് ഗൈസ് അവർ. പ്ലാസ്റ്റിക് പേപ്പേഴ്സ് എല്ലാം ഇട്ടിട്ട് കണ്ടോ, സൈഡിലൊക്കെ പേപ്പേഴ്സ് കവറ് എല്ലാം ഇട്ടിട്ട് കാടിന് ഇല്ലാണ്ടാക്കുവാണ് മനുഷ്യരൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്നും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്യുക. എനിക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. കാട് കഴിഞ്ഞ ഈ വീഡിയോ എടുത്തിട്ടോ. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എനിക്ക് മിക്കവാറും എൻ്റെ വീട്ടിലുള്ള ആ സാധനത്തിന് ഞാൻ വീഡിയോ എടുക്കുന്നത്. അത് 2 സാധനങ്ങളാണ് മൊത്തത്തിൽ. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളെയും ഞാൻ കാണിച്ചു തരാം. എനിക്കുള്ള പെറ്റ്സിലെ 2 പുതിയ പെറ്റ്സാണ്, അതിനെ ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ നോക്കണമ്പോൾ കുറേ മരങ്ങളൊക്കെ ചിരിഞ്ഞു പോയിട്ടുണ്ട്. മഴ കാരണം തോന്നുന്നു, മഴയും വീഡിയോ മിന്നലൊക്കെ കാരണം തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. ആനേനൊന്നും കാണുന്നില്ല, പക്ഷേ ഞാൻ വീടൊക്കെ എടുക്കാമെന്ന് വെച്ചോണ്ട് വന്നതാ. അവിടെ ഒരു മാവുണ്ട്. ആനയൊക്കെ സാധാരണ എന്നും വരുമ്പോൾ ഞാൻ കാണും. എന്നുമല്ല, ആനയോ കുട്ടിയാനയോ എന്തിനൊക്കെ കാണും. പക്ഷെ ഇപ്പോൾ ഒന്നിനും കാണുന്നില്ല. എന്തല്ലേ ചിലപ്പോൾ ഇനിയും പോകുമ്പോൾ കാണുമായിരിക്കും. അയ്യോ സോറി ഗൈസ്, ഇത് ഞാൻ കയ്യൊന്ന് എനിക്കിപ്പോയതാണ്. കണ്ട മരങ്ങളൊക്കെ. ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഇടുന്ന അത്ര നല്ലതാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ലോങ് വീഡിയോസ് വേണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതോ പണ്ടത്തെ പോലെ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് ചെയ്തോ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ചാലുണ്ട്. പിന്നെ കാട് കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ വീടെത്തി. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തു കേട്ടോ. കാടെത്തുമ്പോഴല്ല, മാനന്തവാടി എത്തുമ്പോൾ ഞാൻ പറയാം. മാനന്തവാടി അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വീഡിയോ നിർത്താം. എവിടെ നിന്നെങ്കിലും എത്തുമ്പോൾ റബ്ബറാകും. എനിക്ക് റബ്ബറും മറ്റേ സാധാ മരവും കണ്ട തിരിയത്തില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയെങ്കിൽ പറയും ഇത് റബ്ബർ തോട്ടമാണോ അല്ലെങ്കിൽ അതോ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഞാൻ കമൻ്റൊക്കെ ഇടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കമൻ്റ് ഇട്ടോ, പക്ഷെ ചീത്ത വിളിച്ച് കമൻ്റ് ഇടരുത്. അത് ഞാൻ താഴ്ന്നേ അപേക്ഷിക്കുകയാണ്. കുറുവ ഐലൻഡ് കണ്ട ഗൈസ്.
കുറുവ ഐലൻഡ്. അത് ലൈറ്റ് അവിടെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ പേര് കുറുവ ഐലൻഡ്. ഇവിടെ വല്ല ഐലൻഡ് ഉണ്ടോ? കണ്ടോ പുഴ, അല്ല കുളം. ഓ, അവിടെ ഒരു കുഞ്ഞു സ്ഥലം ഉണ്ടാവും, അതിന് കുറുവ ഐലൻഡ് എന്നായിരിക്കും പേരിട്ടെ. പിന്നെ ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഗൈസ്. ഓ, ബസ് കണ്ടാലേ. അപ്പോൾ ഗൈസ് നമ്മൾ പൊക്കോണ്ട് കണ്ടോ ഗൈസ്, കുറേ വേസ്റ്റ് ഒക്കെ ഇടിച്ചേ. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ട് പോകും. എന്തൊരു വേസ്റ്റ് ആയിട്ടേക്കുന്നവർ, മനുഷ്യക്കുലം തന്നെ മാറിപ്പോയി. ഓ ഗൈസ്, അവിടെ നോക്ക്, വയല്, നല്ല രസമുള്ള വയല്. ഓ, ഇനിയും ഓ, വയലാണ്, നല്ല രസമല്ലേ? ഓ ഗൈസ്, നല്ല രസമുണ്ട് അല്ലേ? ഓ, പ്രകൃതിൻ്റെ ആ ഭംഗിയൊക്കെ. കുറേ പേര് ഇവിടെ കയറുന്നുണ്ട്, അങ്ങനെ കാണില്ല, കാരണം ബസ്സിൽ കുറച്ച് ഇരുട്ടായതുകൊണ്ടാണ്. നമുക്കപ്പോൾ നേരെ പോവാ പ്രകൃതിൻ്റെ നമ്മുടെ ആ കേരളത്തിലെ ആ കൊച്ചു വയനാട്ടിലെ നമുക്ക് ആ രസം കാണാം. ഓ, പുഴ. ഞാൻ ഇങ്ങോട്ട് പുൽപ്പള്ളിയിൽ വരുമ്പോൾ അവിടെ ഇവിടെയാണോ അവിടെ എന്തോ ഒരു മുതല പോലത്തെ സാധനത്തിനെ കണ്ടു. മുതലയാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമായിരിക്കും. ഓ, ഇതെന്നാ നമുക്ക് നമ്മൾ ബസ്സിലാണ്. ഗൈസ്, അപ്പം കുറേ വീടുകളൊക്കെ എത്തിയിട്ടുണ്ട്. കുറേ രസമായ സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത് ഗൈസ്. ആ പുഴ തന്നെ, അതേ പുഴ തന്നെയാന്ന് തോന്നുന്നു.